പ്രത്യേകമായിട്ട് എക്സാമിൻ്റെ വിജയത്തിനായിട്ട് അനുവിറ്റ സീവറിന് വേണ്ടിയും മിത്ര കെ തോമസിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്നായിട്ട് പഠിക്കുവാനും പരിശുദ്ധാത്മാവിലേക്ക് വരാനും അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാനും നല്ലോണം പരീക്ഷ എഴുതുവാനും നല്ല വിജയം കരസ്ഥമാക്കുവാനും നല്ല ജീവിത ലക്ഷ്യത്തോടുകൂടി മുന്നേറുവാനും പ്രാർത്ഥിക്കാം. ഒപ്പം പ്രത്യേക ദൈവങ്ങൾക്കായിട്ട് അഞ്ചു ചാക്കോ, അതുപോലെ ഓപ്പറേഷൻ വിജയത്തിനായിട്ട് എബിൻ ബിജു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജാസ്മിൻ പ്രിൻസ്, മായ, ഷാനി മാത്യു, മിനി കെ ബാബു എന്നിവർക്കും അവരോട് ചേർന്ന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. ദേവസ്യ വച്ചിതറ, ബീന തങ്കച്ചൻ, ബിയാൻഡ്രിസ് നെൽസൺ ഇവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടും ഈ ദ്വീപിൽ ലഭിച്ചു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദ്വീപിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഔസേപിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഔസേപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയുടെ കാവൽക്കാരനാണ് തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനൊപ്പം സഭയുടെ കാവൽക്കാരൻ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഈ അവസരത്തിൽ ദൈവത്തിന് സമർപ്പിക്കാം. വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് സമർപ്പിക്കാം. അതുവഴി നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധിയിലും വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഒരുമിച്ച് നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ യാചിക്കും. ഒപ്പം ഔസേപിതാവിൻ്റെ പേരുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ജയലക്ഷ്മിയെയും സലേഷ്യൻ അച്ഛന്മാരായ രണ്ട് ജോസച്ചന്മാരെയും വൈദികരെയും, ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി മലയാള കമ്മ്യൂണിറ്റിയിലുള്ള ജോസഫ് നാമധാരികളായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും പ്രത്യേകമായി ദൈവങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ മാധ്യസ്ഥ എല്ലാവരുടെ കൈകൾക്കും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പേരിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. പുത്രൻ
സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യമുണ്ടാകുന്ന വിശുദ്ധ യോസേപ്പിന്റെ സംരക്ഷണത്തിന് അങ്ങ് ഫലമേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മാംസത്താൽ അവയുടെ നിർവഹണമേ സഭനിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവയുടെ കൂടെ പരിശുദ്ധാത്മാവുമായി ഇന്നും ദൈവമായി ജീവിച്ചു അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളേണമേ. എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തിരഞ്ഞ നീ പൂർവികരോട് ചേരുമ്പോ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥാപിതമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവന്റെ
നിത്യസിംഹാസനം എന്നേക്കും നിലനിൽക്കും. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രവർത്തിക്കും. എന്റെ അതിരുകൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രവർത്തിക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുളി ചെയ്യുന്നു, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശബ്ദം ചെയ്തു. എന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോടും ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഘോഷിക്കും. എന്റെ കരുണ എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. ലോകത്തിന്റെ അവകാശവും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് ദൈവത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിന്റെ എല്ലാ സന്തതിക്കും നിയമം ലഭിച്ച സന്തതിക്കും മാത്രമല്ല, അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ തന്നെ അനേകരുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്കും ജീവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്നതിന് മുമ്പിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി പ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനങ്ങളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവൻ നീതിയെ പരിഗണിക്കപ്പെട്ടത്. കർത്താവിന്റെ വചനം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവിടെ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവരുടെ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും
അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാനിറങ്ങിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിന്റെ സുവിശേഷം. ഏറ്റവും സ്നേഹത്തായ പ്രിയ സഹോദരന്മാരെ, മാർച്ച് 19 നമ്മുടെ നാട്ടിൽ വളരെ ആഘോഷത്തോടുകൂടെ കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ. നാട്ടിൽ ഊട്ടുനേർച്ചയൊക്കെ വെച്ച്, മിക്ക പള്ളികളിലൊക്കെ ഊട്ടുനേർച്ചയൊക്കെ വെച്ച് വളരെ ആഘോഷമായിട്ട് നമ്മുടെ ഇടവക്കാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉച്ചഭക്ഷണത്തിൽ, അതുപോലെ തന്നെ ആരാധന ബലിയിലൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടുകൂടി കൂട്ടായ്മയോടുള്ള ഒരു ദിവസമാണ് വാസ്തവത്തിൽ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിവസം. ഔസേപ്പിതാവ് നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ നോക്കുമ്പോൾ വളരെ നിശബ്ദനായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഔസേപ്പിതാവിനെ പറയുന്നതായിട്ട് നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ വായിക്കില്ല. പക്ഷേ വളരെ നിശബ്ദത കൊണ്ട് തന്നെ തന്റെ വ്യക്തി പ്രഭാവം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന വിശുദ്ധഗ്രന്ഥത്തിലെ മഹത്തായ ഒരു വ്യക്തി വിശുദ്ധമാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ടു. ഔസേപ്പിതാവ് നീതിമാനായതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചു. നമ്മൾ വിവാഹവാഗ്ദാനം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്ന, വിവാഹത്തിനായിട്ട് ഒരുങ്ങി വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികൾ. അതില് അപ്പോഴാണ് ചെറുക്കൻ അറിയുന്നത് പെണ്ണ് ഗർഭിണിയാണ്. സ്വാഭാവികമായിട്ടും വളരെ കലുഷിതമായ ഒരു മനസ്സോടുകൂടെ മാത്രമേ ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഔസേപ്പിതാവിന്റെ ഹൃദയത്തിലൂടെയും ഇതുപോലെ വളരെ കലുഷിതമായ വിഷയങ്ങൾ പലതരത്തിലുള്ള ചിന്തകൾ കടന്നുപോകുന്നതാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. ഔസേപ്പിതാവ് നീതിമാനായതുകൊണ്ട് അവളെ അപമാനിതയാക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. നീതിയെക്കുറിച്ച് ബൈബിളില് രണ്ടുപേരെ മാത്രമേ പുതിയ നിയമത്തില് നീതിമാന്മാരെന്ന് പറയുന്നത്. അതാരൊക്കെയാണ് പറയാം? പറഞ്ഞല്ലോ, നീതിമാനായതുകൊണ്ട് വേറെ ആരാണ് ബൈബിളിലെ പുതിയ നിയമത്തിൽ വേറൊരാളെ കുറിച്ച് കൂടെ ആരാ കേട്ടില്ല? സ്നാപകനെ കുറിച്ചും കൂടെ പറയുന്നു. സ്നാപകനെ കുറിച്ചും കൂടെ ഈ സെയിം കാര്യം പറയുന്നത്. സ്നാപകനെ നീതിമാനായിരുന്നു. അതേപോലെ നമ്മൾ വായിച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് സ്നാപകൻ ഒരു കാര്യം ചെയ്ത് നൽകുന്നുണ്ട്. ഈ ഹെരോദസ് രാജാവ് ഭാര്യയായിട്ട് തന്റെ സഹോദരന്റെ ഭാര്യയെ തന്നോടൊപ്പം
സമൂഹത്തിൽ ജീവിക്കാനായിട്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ നീങ്ങുമ്പോൾ സ്നാപകൻ അതിലേക്ക് പറയുന്നുണ്ട്, എന്റെ സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് ശരിയല്ല. ഹെറോദിയായിട്ട് സ്നാപകനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഹെറോദോസിന് സാധിക്കുന്നില്ല. കാരണം പറയുന്നതിനാണ് സ്നാപകൻ നീതിമാനും വിശുദ്ധനുമായ ഒരു വ്യക്തിയാണെന്ന് ഹെറോദോസിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്നാപകൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടുകൂടെ ഹെറോദേസ് കേൾക്കുമായിരുന്നു. അപ്പൊ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ പുതിയ നിയമത്തിൽ എടുക്കുമ്പോൾ നീതിമാന്മാരെന്ന് വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമം പ്രകീർത്തിക്കുന്ന ഈ രണ്ട് മഹത് വ്യക്തികളാണ്. സ്നാപകൻ വഴി കാട്ടിക്കൊടുക്കുന്നവരായിട്ട് വന്നു. പുതിയ വഴി, അതായത് ക്രിസ്തുവാകുന്ന പുതിയ വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് സ്നാപകൻ. യൗസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പുതിയ നീതിക്ക് തുടക്കം കൊടുക്കുന്ന വ്യക്തിയാണ് സ്നാപകൻ. പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന പുതിയ നീതി, അതിന് തുടക്കം കൊടുക്കുന്ന വ്യക്തിയാണ് സ്നാപകൻ. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളും സഭാപ്രസംഗങ്ങളുടെ പുസ്തകങ്ങളെല്ലാം നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് നീതിമാനെന്ന് പറയുമ്പോൾ അതിന് ലഭിക്കുന്ന ഉത്തരം എന്ന് മാത്രമാണ് ദൈവത്തോട് ആരെങ്കിലും വിശ്വസ്തത പുലർത്തുന്നു അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് നീതിമാൻ. നീതി പാലനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വിശ്വസ്തയോടുകൂടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തില് ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഇങ്ങനെ പറയുമ്പോൾ ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിക്കൊക്കെ എന്തോ കുറവുണ്ടല്ലേ, എന്തോ കുഴപ്പമുള്ളതാണ് ഈശോ പറയുന്നത്. അവരുടെ നീതിയെ നിങ്ങൾ അതിശയിക്കുന്നില്ല, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അത് കൃത്യമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ല. ഇവർ കഴുകാതെ വന്നിട്ട് പരിസരത്തിന് വിശ്വസിക്കുന്ന പറയും, നിന്റെ ശിഷ്യന്മാരെന്താണ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ ജ്യൂസിനോട് ചെയ്യുന്നത് അറിയാം. വളരെ ശുദ്ധീകരണ കാര്യങ്ങളിൽ അവർ നിയമം അനുസരിച്ച് അത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പരിസരത്തിലേക്ക് കുറച്ചുകൂടെ കർക്കശമായിട്ട് പാലിക്കുന്നവരാണ്. അവര് ചോദിക്കുന്ന ഈശോയുടെ രണ്ടിന് ശിഷ്യന്മാരെന്തുകൊണ്ടാണ് കയ്യിൽ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? ഈശോ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന വചനഭാഗങ്ങളാണ് തുടർന്ന് വരുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ ഈശോ പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന വിശുദ്ധഗ്രന്ഥത്തിൽ നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. മാതാവിനെയോ പിതാവിനെയോ നിന്ദിക്കുന്നവർ മരിക്കണം എന്നാണ് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. പിതാവിനെയും മാതാവിനെയും നിന്ദിക്കുന്നവർ മരിക്കണം. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു നിയമം. പക്ഷെ അതിന് വെള്ളം ചേർത്ത് നിങ്ങൾ പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കണമെന്നില്ല. അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ വഴിപാടാണ് എന്ന് പറഞ്ഞത്. അവർ വഴിപാടെന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ദേവാലയത്തിന് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചിട്ട് കടന്നു പോകാൻ മതി. അവരെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയോ അവരെ ശുശ്രൂഷിക്കുകയോ നോക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ നീതിയെ കുറിച്ചാണ് ഈശോ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ നീതി പരിസരത്തിന്റെയും നിയമത്തിന്റെയും ഇത്തരത്തിലുള്ള നീതിയെ അതിശയിപ്പിച്ചിട്ട് നിങ്ങളാരും സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നില്ല. ഓരോ നിയമവും നിങ്ങൾ എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട്
അതുമാത്രം ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മറിച്ച് നീതിബോധത്തോടുകൂടെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അതിനുദാഹരണമായിട്ട് വരുന്നതാണ് ഔസേപ്പിതാവിന്റെ ജീവിതം. ആ ഒരു പുതിയ നീതിയുടെ തുടക്കം അത് ഔസേപ്പിതാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഔസേപ്പിതാവിന് ഇവരുടെ നിയമമനുസരിച്ച് വളരെ ഈസി ആയിട്ട് മറിയത്തെ ഉപേക്ഷിക്കണമായിരുന്നു. യഹൂദരുടെ നിയമപ്രകാരം മറിയത്തെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അപമാനിക്കാൻ അവൾ എന്താണ് ചെയ്യുന്നത്, അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, തനിക്ക് അറിയാൻ പാടാത്ത ഒരു കാര്യം, തനിക്ക് അപമാനകരമാവുന്ന ഒരു കാര്യം മറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അവളെ വ്യഭിചാരത്തിൽ ചുമത്തി കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടുള്ള നിയമമുണ്ട്. പക്ഷേ ഔസേപ്പിതാവ് അതിന് തുനിയുന്നില്ല. മറിയത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവളെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാനോ ഔസേപ്പിതാവ് തയ്യാറാവില്ല. മറിച്ച് രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കാനായിട്ടുള്ള തീരുമാനമെടുത്ത് കലുഷിതമായ ഒരു മനസ്സോടുകൂടെ ഔസേപ്പിതാവ് നിൽക്കുമ്പോഴാണ് ദൈവം ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, പരിശുദ്ധ മറിയത്തെ നീ സംശയിക്കണ്ട, അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുക, അവളുടെ ധരിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീതി നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിന്റെ നിയമവശങ്ങളിൽ മാത്രം നിന്നുകൊണ്ടല്ല, മറിച്ച് നമ്മളുടെ ഹൃദയങ്ങൾ കൊണ്ട് നീതിയോടുകൂടെ വിധിക്കാനും നീതിയോടുകൂടെ മറ്റുള്ളവരെ നോക്കിക്കാണാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്ന നീതി നമ്മുടെ ജീവിതത്തിൽ പുലരുന്നത്. നമ്മൾ ഈ നോമ്പ് കാലം ആരംഭിച്ചത് ഈശോയുടെ പ്രലോഭനങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. ഈശോ 40 ദിവസം അനുഭൂതി പരീക്ഷയ്ക്ക് വിധേയനായി. അതിനുശേഷം ഈശോ സാത്താനെ പ്രലോഭിപ്പിക്കപ്പെട്ടു. ഈശോയുടെ ഈ 40 ദിവസത്തെ ഉപവാസം അതിനുശേഷം പ്രലോഭനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതോട് കൂട്ടിച്ചേർത്ത് വേറെ 2 പേരുടെ ടെസ്റ്റ് കൂടെ നടക്കുന്നുണ്ട് വിശുദ്ധഗ്രന്ഥത്തില്. ഒന്ന് പരിശുദ്ധമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ദൈവം, 2 ഔസേപ്പിതാവിനെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. പരിശുദ്ധമായിട്ട് കൊടുക്കുന്ന ടെസ്റ്റും ഔസേപ്പിതാവ് കൊടുക്കുന്ന ടെസ്റ്റും വളരെ കഠിനമായിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. മറിയത്തിന് ഒരു കന്യകയായ പെണ്ണ് സമൂഹത്തില് ഗർഭിണിയായിട്ട് കാണപ്പെടുന്ന, അപ്പം അതിനായിട്ട് മറിയത്തിന്റെ സമ്മതം ചോദിക്കുന്നുണ്ട്. മറിയം ആ പരീക്ഷയെ, ദൈവം നൽകുന്ന ആ പരീക്ഷയെ അതിജീവിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തനിക്ക് ഇതുമൂലം ഫ്യൂച്ചറിലുണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ സഹനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എടുത്തുചാട്ടം പരിശുദ്ധമായി നടത്തുകയാണ്. ഒപ്പം ഔസേപ്പിതാവ് ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമറിയത്തെയും ഉണ്ണിയേശുവിനെയും തന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഔസേപ്പിതാവ് സ്വയം തയ്യാറാവുന്നു. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളുപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ നമുക്കുണ്ടാകുന്നുണ്ട്, സഹനങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഒന്നാമത്തെ വീട്ടിൽ നിന്ന് അകലെയാണ്, എല്ലാവരും വീട്ടിൽ നിന്ന് അകലെയാണ്. വീട്ടിൽ നിന്ന് അകലായതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴേക്ക് സാധാരണ പറയാനായിട്ട് നമ്മൾ തുണിയുന്നത് എന്താണ്? ഞാനിവിടെ കഷ്ടപ്പെടുകയാണ്, ഞാനിവിടെ സഹിക്കുന്നു, മനുഷ്യരെ നിങ്ങളെല്ലാവരും വീട്ടിൽ കിടന്ന് സൂചിക്കുന്നു അല്ലെ? ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പൈസ കൊണ്ട് നിങ്ങളെല്ലാവരും നാട്ടിൽ സൂചിക്കാതെ ഞാൻ കിടന്ന് പാടുപെടുന്നു, അമ്മച്ചിക്ക് എന്നെ ഉറക്കുന്നില്ല, ഉറക്കമില്ലാതെ ഞാൻ കിടന്ന് പണിയെടുക്കുന്നു. ആ എന്റെ സഹനത്തിൽ നിന്ന് നിങ്ങൾ അവിടെ നന്നായിട്ട് സൂചിക്കുന്നു. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പലപ്പോഴുള്ള ചിന്ത. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സഹനം നമുക്കുണ്ടെങ്കിൽ ആ സഹനത്തിലുണ്ടെങ്കിൽ അത് മറ്റുള്ള
വേറെ ആരെയൊക്കെയോ രക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയാണ് നമ്മൾ തിരിച്ചറിയണം. ഔസ്യപിതാവ് നല്ല സഹായം എടുക്കുമ്പോൾ അവിടെ രണ്ടുപേരെ ഔസ്യപിതാവ് രക്ഷാകരാമത്തിൽ പറഞ്ഞു ചെയ്യുന്നു. ഒപ്പം പരിശുദ്ധ പറയുകയും ഉണ്ണീശ്വരനെ കൂടെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്ന ഒരു ചുമതലയോട് ഔസ്യപിതാവായിരിക്കുകയാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നമ്മൾ ആരെങ്കിലുമൊക്കെ സഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കുന്നതിനായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സഹനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സഹനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് നമ്മൾ അവരോട് പറയുന്ന രീതി കാരണം യാതൊരു തരത്തിലുള്ള രക്ഷാകര പദ്ധതി നമ്മുടെ കാര്യത്തിൽ മാത്രം നടപ്പാകുന്നില്ല. കാരണം നമുക്കിവിടെ ലഭിക്കുന്ന സഹനങ്ങൾ അതിന്റെ ഇരട്ടിയായിട്ട് നമ്മുടെ വാക്കുകളിലൂടെ മൂർച്ചയുള്ള വാക്കുകളിലൂടെ അവരിലേക്ക് മക്കളിലേക്കാണെങ്കിലും ഭർത്താവിലേക്കാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളിലേക്കാണെങ്കിലും നമ്മളിങ്ങനെ സഹനങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല ഒരു കുടുംബമായിട്ട് നമ്മൾ പരിഗണിക്കുന്നതിന് പകരം നമ്മുടെ സഹനങ്ങൾ നമ്മുടെ കുടുംബത്തിന് രക്ഷയ്ക്ക് ഭവിക്കുന്നതിന് പകരം ആ കുടുംബത്തിന്റെ അവിടെയുള്ള വ്യക്തികളുടെ സ്വഭാവ വൈകല്യങ്ങൾക്കും അല്ലെങ്കിൽ കുടുംബത്തിന്റെ നേരായ രീതിയിലുള്ള വളർച്ചയ്ക്കും എതിരായിട്ട് അത് ഭവിക്കുന്നു. അതുകൊണ്ട് ഔസ്യപിതാവിനെ പോലെ നമുക്ക് നമ്മുടെ സഹനങ്ങളെ നോക്കിക്കാണാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെയും ഔസ്യപിതാവിനെ പോലെയും ദൈവം നൽകുന്ന സഹനങ്ങൾ എന്റെ ജീവിതത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ്, എന്നോടൊപ്പം നിൽക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിവോടുകൂടെ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഈ വലിയ പിതാവിന്റെ തിരുക്കുടുംബത്തിന്റെ സംരക്ഷകനും പിതാവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവും ദൈവപുത്രന്റെ വളർത്തുപിതാവുമായ ഔസ്യപിതാവിന്റെ വലിയ മാതൃക ജീവിതത്തിലെ സഹനങ്ങളുടെ നിമിഷങ്ങളിലും പ്രയാസങ്ങളുടെ നിമിഷങ്ങളിലും ഒക്കെ നമ്മളെ ഈ വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ലിറ്റർസിയിൽ ഇന്നത്തെ ആരാധന കുർബാനയിലെ പ്രാർത്ഥനയെല്ലാം പ്രത്യേകമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഔസ്യപിതാവിന്റെ നീതിയും ഔസ്യപിതാവ് നീതിമാനായത് കൊണ്ട് അതിലുണ്ടാകുന്ന വിശ്വസ്തത ദൈവം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ വലിയൊരു ദൗത്യം ഔസ്യപിതാവിനെ ദൈവം ഏൽപ്പിക്കുന്നത്. നീതിമാനായ ഔസ്യപിതാവ് വിശ്വസ്തതയോടുകൂടെ പരിശുദ്ധ മറിയത്തെയും ഉണ്ണിയേശുവിനെയും നോക്കുന്നുള്ള ഉറപ്പ് ദൈവത്തിനുള്ളതുകൊണ്ടാണ് തിരുക്കുടുംബത്തിന്റെ നാഥനായിട്ട് ഔസ്യപിതാവ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കും നീതിബോധമുള്ളവരാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീതിയുള്ളവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നീതി എന്നുള്ള വലിയ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടും സഹോദരങ്ങളോടും ഒക്കെ വിശ്വസ്തതയുള്ളവരായിട്ട് മാറണം. നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഭർത്താക്കന്മാരും ഭാര്യമാരിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഈ നീതിയെ വിശ്വസ്തതയിൽ തന്നെയാണ്. നമുക്ക് ഈ ദ്വീപിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസ്യപിതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നീതിയുള്ള മനുഷ്യരായി നീതിയുള്ള വ്യക്തികളായി ജീവിക്കുവാൻ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒപ്പം ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളെ സഹനങ്ങളെയൊക്കെ എന്റെയും അല്ലെങ്കിൽ ചേർന്നവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുവാനുള്ള കൃപയും ഞങ്ങളോട് ആവശ്യമായി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു.
തിരുനാൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവവും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ശ്രമിച്ച് നമുക്ക് ഉത്തരം നൽകുന്നതാകട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മറ്റെല്ലാ പിതാക്കന്മാരെയും വൈദ്യരെയും അങ്ങേ ആത്മാവിന്റെ വരങ്ങളാൽ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, വിശുദ്ധ പിതാവിന്റെ ഈ തിരുനാൾ ദിനത്തിൽ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ വൈദികരെയും മറ്റ് ജോസഫ് രാമധാരികളെയും എല്ലാ കുടുംബനാഥന്മാരെയും വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധനെ പോലെ എളിമയോടും നിശബ്ദതയോടും കൂടി നിർവഹിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, എല്ലാ മിഷണറിമാരെയും ലോകമെമ്പാടുമുള്ള എല്ലാ പീഡിത ക്രിസ്ത്യാനികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സഹനങ്ങളിൽ അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമെന്നും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള വരം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും യുവജനങ്ങളെയും പ്രവാസികളായ ഞങ്ങളെല്ലാവരെയും അങ്ങേക്കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അനുസരണത്തിലും ദൈവസ്നേഹത്തിലും മക്കൾ വളരുവാൻ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്യുവാനും ഏത് പ്രതിസന്ധിയിലും അങ്ങയിൽ മാത്രമായി ശരണം പ്രാപിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, അങ്ങേ പക്കലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പൂർവികർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽക്കാർ, ബന്ധുമിത്രാദികൾ എന്നിവർ അങ്ങയുടെ കാരണത്താൽ പാപമോചിതരായി നിത്യാനന്ദത്തിൽ വിശുദ്ധരോടൊപ്പം അങ്ങയെ പാടി സ്തുതിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പവിത്രമായ പ്രാർത്ഥനകൾ ദൈവപിതാവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നത് സദാസന്നദ്ധതയാണെന്ന് അങ്ങേ ഔദാര്യത്തിൽ സംപ്രാപിക്കുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
അങ്ങേജാതിന്റെ ഭക്തിയാദരപൂർവ്വം വിശുദ്ധ യോസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുന്നേ. ഞങ്ങളുടെ കർത്താവുമായ പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിന്റെ ഭർത്താവായ നൽകിയ നീതിമാനായ വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന് മേൽ അവരോധിക്കപ്പെട്ടു വരുന്നു. അവിടുന്ന് വഴി മാതാക്കന്മാരെ മഹിമ വാഴ്ത്തുന്നു, അതീശന്മാർ ആരാധിക്കുന്നു, ആദികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാന്തിന്മാരും ധന്യനായ സെറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വർഗം ചെയ്യുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറയുന്നു, ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി കാഴ്ചകൾ അതേ ആത്മാവിനെ പവിത്രമാക്കുവാൻ കഴിയണമേ. അങ്ങനെ വിവാഹം ഞങ്ങളുടെ
യോസേഫിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുത്തെ കൽപ്പനനുസരിച്ച് ഈ ദിവസങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുക. എന്നാൽ അവിടുന്ന് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കരുത്. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യുന്നു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിലാസകരവും മഹനീയമായ ഉയർപ്പും സ്വർഗ്ഗാരോപണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള കൃത്യമായി കാണിക്കുകയായി തീരുമാനാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും ദശരംഗാവിയോടും അഗനീയ ഭർത്താവായ മകളുടെ യോസേഫിനോടും അനുഗ്രഹിക്കുന്ന അപ്പസ്തലന്മാരോടും മഹനീയറിയ സാക്ഷികളോടും പ്രത്യേകമായിട്ട് എല്ലാ ആവശ്യത്തിനോടും അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുജനത്തിന്റെ രീതിയിൽ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മധ്യസ്ഥാപനത്തിലും പദവിയുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണം. അങ്ങേ തിരുവനന്തപുരം നൽകാൻ അങ്ങ് തിരുവള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിലക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങയിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രതികളുടെ സഹോദരെ അങ്ങേ പേരിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിന്റെ യാതൊന്നും പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ കൃത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്.
അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. Thank you.
ഈ അവസരത്തിൽ ജോസഫ് നാമധാരികളായ എല്ലാവർക്കും പിതാവിന്റെ സംരക്ഷണവും സഹായവും അതുപോലെ പ്രാർത്ഥനയും നമുക്ക് നേരം എല്ലാവിധ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് സന്തോഷകരമായ നമ്മുടെ ബഹുമാനപ്പെട്ട 3 അച്ഛന്മാരെ തിരുനാളാണ്. 2 പേര് വന്നിരുന്ന കൂടിയുണ്ട്. അച്ഛൻ മൂന്ന് വൈദ്യர்கள் ഇവരുടെ ജീവിതം ഇനിയും ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറട്ടെ ആസ്വദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കൂടെയുണ്ട് നായകനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വചനം പ്രഘോഷകനും കൂടി. അതുകൊണ്ട് എനിക്ക് ഈ തിരുനാൾ ദിവസം ആശംസിക്കാനായിട്ടുള്ളത് നമ്മുടെ പവനാശങ്ങളുടെയും അതുപോലെ വാസപ്പത്തിനെയും ഒക്കെ വലിയ ജ്ഞാനഗുരു തന്നെയാണ്. പക്ഷെ കൂടുതൽ ആകട്ടെ ഈ നിലകളിലേക്ക് ജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് ഉയരട്ടെ എന്നാണ് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും പേരിൽ അച്ഛന്മാരുടെ പേരിലും ദൈവത്തിന് തിരുനാളിൻ്റെ ആശംസകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, വിശുദ്ധ യോസേപ്പിന്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന ഈ കുടുംബത്തെ ഈ അന്തായിരിക്കുന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുകൊണ്ട് നിരന്തര സംരക്ഷണത്താൽ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ ഈ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Some
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ സുന്ദരമായ സമ്പന്നമായ തിരുക്കുടുംബത്തിലെ നാഥനും നേതാവുമായി ദൈവതാൽപര്യം തിരഞ്ഞെടുക്കപ്പെട്ട മഹാന്മാരായ വിശുദ്ധ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നാഥനും നേതാവുമായി അങ്ങ് വാഴണമേ. ഞങ്ങളെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങളുടെ സമസ്തവും ഞങ്ങളുടെ ജീവനും മരണവും അങ്ങേ വല്ലഭമായ സംരക്ഷണയിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ മക്കളായി സ്വീകരിക്കണം. ദൈവത്തിന്റെ മനസ്സിനും അനുയോജ്യമാകുന്നതും തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ ദൈവത്തിന് മനുഷ്യർക്കും ഇഷ്ടകരമാകുന്നതും ജീവിതം നയിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കായി പ്രാപിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവമേ, അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത അവയുടെ നിർവഹണം സഭ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന്